നല്ല രസമുണ്ട്. ആ നല്ല പടം. നമ്മളിതിനകത്ത് അഭിനയിച്ചതാണല്ലോ, നിങ്ങൾ കണ്ടായിരുന്നല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. ഒക്കെയാണോ? സ്വയം വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതിലുപരി ഓരോരുത്തർക്കും ഇങ്ങനെ എന്താണ് കാണുന്നത് മൊത്തത്തിൽ ഇത് നല്ലൊരു തന്നെ അഭിനയിച്ച സിനിമയോട് പറയുന്നതല്ല, കൊള്ളാം, എല്ലാവരും കാണണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. മലയാളം മനസ്സിലല്ല. നല്ല പടം, നല്ല സിനിമ അടിപൊളിയായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സസ്പെൻസ് ത്രില്ലർ കാണുന്ന ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത പടമാണ്. അനുറാം നല്ല കഴിവുള്ള ഡയറക്ടറാണ്. ഞാൻ അനുറാം രണ്ടാമത്തെ സിനിമയിൽ ഷൈൻ ഡാൻജാക്കോയും ലാൽ സാറിനെ കൂടി ദം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചതാണ്. ഇത് ഭയങ്കര നല്ല, നമുക്ക് അടുത്ത സീൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് ഇതിൻ്റെ ഡയറക്ഷനും ക്യാമറ വർക്കും ഇതിൻ്റെ ആറും ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടി. സിനിമ കാണുമ്പോൾ ഒരു ഫീല് കിട്ടുന്നത് അപൂർവം ചില സിനിമകളിലാണ്. കള്ളം എന്ന് പേരിട്ടേക്കണ പോലെ തന്നെ അതിനെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ക്യാരക്ടേഴ്സ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ നിന്ന് കണ്ണടക്കില്ല. അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഗുഡ് സിനിമ, ഭയങ്കരമായിട്ടും എനിക്കിഷ്ടമായി. ചെറിയ പടങ്ങൾ എത്രത്തോളം ആൾക്കാർ കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എത്ര തിയേറ്ററിൽ സിനിമ കളിക്കുന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഇതിലഭിനയിച്ച എല്ലാവരും ചെറിയ വേഷം ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ നായകനാണെങ്കിലും നായികയായിട്ട് അഭിനയിച്ചതാണെങ്കിലും ഭയങ്കര നല്ല ആക്ടിങ് ആയിരുന്നു. സിനിമ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ചെറിയ പടത്തിൽ വിജയിപ്പിക്കുക. എനിക്കിഷ്ടമായി ഈ പടം, അല്ലെങ്കിൽ നുണ പറയേണ്ട ആവശ്യമില്ല. കൊള്ളാം. നമ്മൾ വളരെ പരിമിതമായ ഒരു ബഡ്ജറ്റിൽ പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളായ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ സഹകരിച്ച് ചെയ്തൊരു സിനിമയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. 15 ദിവസമേ ടോട്ടൽ സിനിമയ്ക്ക് ഷൂട്ടുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ അത്യാവശ്യം ആൾക്കാർ നല്ലത് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സൊക്കെ നല്ലതായി വർക്കായി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നുന്നു ഒരല്പം ലാഗാണ്. മൊത്തത്തിൽ സ്ലോ പരിപാടിയാണിത്. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ് ആ സിനിമയ്ക്ക്. അതല്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ കാതലെന്ന് പറയുന്ന സിനിമ വേഗത കൂടിയാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പേസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്ന് സഹിച്ചിരിക്കാൻ പറ്റിയാൽ സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ഉണ്ട്. അത് ആൾക്കാർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നല്ലതാണെന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ട എല്ലാ പ്രേക്ഷകരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും അല്ല, എൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ റൈറ്റർ ആര്യ എന്ന പെൺകുട്ടി വന്ന് എന്നോട് ഈ കഥ പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്കറിയാം ഈ സിനിമ ഒരു കോൺവെർസേഷൻ ലീഡിങ് സിനിമയാണ്. കുറച്ച് ബോറിങ് ഏരിയകളൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലെ ഈ ഏരിയ എനിക്ക് ഭയങ്കര വർക്കായെന്ന് വെച്ചാൽ ഇത് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയപ്പെട്ടിട്ടില്ലാത്തതാണ്. ഒരു ലേഡി വന്നത് പറയുന്നത് കൊണ്ടാണെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് അപ്പോഴാണ് ഞാൻ പോലും ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. അത് തന്നെയാണ് എനിക്ക് പ്ലസ്സായി തോന്നിയതും. അത് തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ലീഡ് ചെയ്തത്. ഷംല എന്ന് പറയുന്ന ക്യാരക്ടർ സീക്വൻസും അത് എനിക്ക് ഭയങ്കര വർക്കായതായിരുന്നു സ്ക്രിപ്റ്റിൽ. അപ്പോൾ അതിലാണ് ഞാൻ വർക്ക് ചെയ്തതും പ്ലേ ചെയ്തതും ഒക്കെ. അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ വലിയ സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ. നമ്മളൊരു പരിമിതികളിൽ ചെയ്തൊരു മൂവിയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് കാണിച്ച സംഭവങ്ങളെല്ലാം എല്ലാവർക്കും കൺവേ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളൊരു സ്ത്രീയാണല്ലോ, പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അതെ, ഇത് പലരിലേക്കും എത്തേണ്ടതുണ്ട്. അതെ, ഇതിൽ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങൾ എങ്ങനെയാണ് ഒരാളെ മെൻ്റലി എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ. ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ വിക്ടിം അസാസിനേഷൻ ചെയ്യുക, അപ്പോൾ കുട്ടിയുടെ തെറ്റാന്ന് പറയുക, അപ്പോൾ അവസാനം സത്യങ്ങളൊക്കെ കണ്ടെത്തുക, അങ്ങനത്തെ. അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ളതാണല്ലോ ഒരു പെൺകുട്ടി ഇങ്ങനെയാണ്, അവർ തന്നെയാണ് അവരെ അങ്ങനെ ഇവളിങ്ങനെയാണല്ലോ, അതായത് മനസ്സിലായല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അവർ തന്നെ ഒരു പേര് വെച്ചിട്ട് ഇതാക്കും, ഇവളിങ്ങനത്തെവളാണ്, അപ്പോൾ അവൾക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കാര്യമുള്ളൂ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം സൊസൈറ്റിയിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. ആൾക്കാർ ത്രൂ ക്രൈം ചെയ്യാൻ എന്താ പറയുന്ന ആക്കപ്പെടുന്ന കുറച്ച് നിസ്സഹായരായിട്ടുള്ള ആൾക്കാരുണ്ട്. പൊതുവെ പറയാറുണ്ട് ഒരു സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന്. അതെ. ഈ സിനിമയിലും ആ ഒരു വില്ലനായിട്ട് വരുന്ന ആൾക്കും ശരിക്കും പ്രശ്നമാകാനൊരു സ്ത്രീ തന്നെയാണ്. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് സത്യമാണ് അല്ലേ?
കുറേ എല്ലാം സ്ത്രീൻ്റെ ഒരു ശത്രു എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ അയ്യോ ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേയധികം ആൾക്കാരിൽ എത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആക്ച്വലി താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കള്ളം എന്ന് പറഞ്ഞ മൂവിയുടെ ഫസ്റ്റ് പ്രിവ്യൂ ഉണ്ട് ഇറങ്ങി. ഇപ്പോൾ കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ മാക്സിമം ആളുകൾ തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിപ്പിക്കുക. ചെറിയൊരു പടമാണ്, എല്ലാവരും വിജയിപ്പിക്കണം. താങ്ക് യു. അതെ 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 തീർച്ചയായും എല്ലാവരിലേക്ക് എത്തണം. ഇത് ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചു പോകുന്ന, ഡെയിലി ലൈഫിലൊക്കെ അനുഭവിച്ചു പോകുന്ന കുറേ സിറ്റുവേഷൻസാണ്. അത് വളരെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങളാണ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ആളുകളിലേക്ക് മാക്സിമം എത്തണം. സുഹൃത്ത് അനുറാമിൻ്റെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ കാണണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്ലോ പേസിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സൊസൈറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ ആ സിനിമയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ റൈറ്ററും ഡയറക്ടറും. ഇൻട്രസ്റ്റിംഗ്.